എനിക്ക് ഇഷ്ടപ്പെട്ട ടെലിവിഷൻ പരിപാടികളിൽ ഒന്നാണ് ഒരു നിമിഷം. ഞാൻ കുറേ കാലം സ്റ്റേജിലൊക്കെ അവതരിപ്പിച്ചാണ് ഈ ജസ്റ്റ് മിനിറ്റിൻ്റെ മലയാള പരിഭാഷ. BBC-യിൽ വരുന്നൊരു പരിപാടിയാണ് ഈ ജസ്റ്റ് മിനിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മലയാള പരിഭാഷ ആദ്യം റേഡിയോയിൽ അവതരിപ്പിച്ചു, പിന്നീട് ദൂരദർശനിൽ, അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റിൽ, പിന്നീട് അവസാനം ഫ്ലവേഴ്സിൽ വന്നു ഈ ഒരു നിമിഷം. വാക്കുകൾ മുക്കാതെ മൂടാതെ മുറുങ്ങാതെ ഒരു മിനിറ്റ് ദൈർഘ്യത്തിൽ നമ്മൾ പറയുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് നിൽക്കുക എന്നതാണ് ഈ പരിപാടിയിലെ മത്സരം. ഈ ഒരു നിമിഷം പരിപാടിയിൽ ശ്രദ്ധേയനായ ഒരു മത്സരാർത്ഥി ഫ്ലവേഴ്സിൽ വന്നിരുന്നു, സാവിയോ വിൽസൺ. സാവിയുടെ കാര്യം ഇപ്പോൾ പറയാൻ കാരണം ഈ സാവിയോ അന്തരിച്ചു. ഇന്നലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. ഹൃദയത്തിലെ അണുബാധയെ തുടർന്ന് ഒരുപാട് കാലമായി എറണാകുളം മാസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലായിരുന്നു സാവിയോ. ഹൃദയവാൽവ് മാറ്റിവെക്കാൻ 2 തവണ അതിസങ്കീർണമായ 2 സർജറി നടത്തി നോക്കി. എന്നിട്ടും അണുബാധ പിന്നെയും പിടികൂടുകയായിരുന്നു. വിദഗ്ധ പരിശോധനകളൊക്കെ ഈ ആശുപത്രിയിൽ കുറച്ചേറെ നടത്തി. എന്ത് അണുബാധയെന്ന് ഒരുപാട് പരിശോധനകൾ നടത്തിയിട്ടും ആശുപത്രിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നാണ് സാവിയുടെ സംസ്കാരം 3 മണിക്ക് തൃശ്ശൂർ പറപ്പൂർ സെൻറ്റ് ജോൺ നെബുംസാൻ ഫെറോന പള്ളി സെമിത്തേരിയിലാണ് നടക്കുക. നമ്മൾ സാവിക്ക് ഒപ്പം ഷൂട്ട് ചെയ്ത, ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്ത ഒരു ജസ്റ്റ് മിനിറ്റിൻ്റെ എപ്പിസോഡാണ് നിങ്ങൾ കണ്ടത്. ഈ ചെറുപ്പക്കാരനിൽ ഞാനൊരു പ്രത്യേകത കണ്ടത്, എന്തിനേയും നർമ്മത്തിൽ കാണാനുള്ള ഒരു പ്രത്യേകത ഈ സാവിക്കുണ്ടായിരുന്നു. സാവി കടന്നുപോയി. 24-ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ആദരാഞ്ജലികൾ നേരുന്നു. മാത്രമല്ല, സാവിയുടെ നഷ്ടം മൂലം സങ്കടപ്പെടുന്ന ആ കുടുംബത്തോടൊപ്പം നമ്മളും ചേരുകയാണ്.